സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. തുടർന്ന് എല്ലാ ജില്ലകളിലും കാലാവസ്ഥാ കേന്ദ്രം മഴ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു. 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പുള്ളത്. 10 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അജയ് സുധാബിജു കൂടുതൽ വിവരങ്ങൾ നൽകും. അജയ്, അതിശക്തമായ മഴ വരാൻ പോകുന്നു എന്നാണ് മുന്നറിയിപ്പ്, അല്ലേ? ഇപ്പോൾ രാവിലെ ഉണ്ടായിരുന്ന മുന്നറിയിപ്പുകളിൽ, അലർട്ടുകളിലൊക്കെ കാര്യമായ മാറ്റം വന്നിട്ടുണ്ട്. അതെ ആര്യ, ഇനി വരും ദിവസങ്ങളിലും മഴ ശക്തമായി തന്നെ കേരളത്തിൽ തുടരാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. തെക്ക് കിഴക്കൻ ഈ അറബിക്കടലിൽ ഉണ്ടായിരുന്ന ന്യൂനമർദ്ദം അത് തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തമിഴ്നാട് തീരത്ത് തെക്ക് പടിഞ്ഞാറായിട്ടുള്ള ബംഗാൾ ഉൾക്കടലിലുള്ള തീവ്ര ന്യൂനമർദ്ദവും അതും ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ 2 ന്യൂനമർദ്ദങ്ങളുടെ ഒരു സ്വാധീന ഫലമായിട്ടാണ് കേരളത്തിൽ വീണ്ടും അതിശക്തമായിട്ടുള്ള മഴ തുടരും എന്നുള്ള മുന്നറിയിപ്പ് നിലവിലുള്ളത്. കേരളത്തിൽ മാത്രമല്ല, മറ്റ് ഈ തെക്കൻ സംസ്ഥാനങ്ങളിലും മഴ ശക്തമാണ് നിലവിൽ. ഇപ്പോൾ നിലവിൽ 4 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. മറ്റ് എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെയും മഴ അതിശക്തമായിട്ട് തന്നെ തുടരും എന്നാണ് നിലവിൽ അറിയിപ്പുള്ളത്. നാളെ 5 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിലാണ് നാളെ ഓറഞ്ച് അലർട്ട് ഉള്ളത്. അതുപോലെ തന്നെ തിരുവനന്തപുരം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലർട്ട് നിലവിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയാണ് പെയ്യുക എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്. മലയോര മേഖലകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം എന്നറിയിച്ചിട്ടുണ്ട്. തീരദേശങ്ങളിൽ ശക്തമായിട്ട് ഉയരത്തിൽ തിരമാല വീശി അടിച്ചേക്കാം എന്നുള്ള മുന്നറിയിപ്പുമുണ്ട്. മത്സ്യബന്ധനത്തിന് ഇപ്പോഴും വിലക്ക് തുടരുകയാണ് കേരള, കർണാടക തീരങ്ങളിൽ. അതുപോലെ തന്നെ ലക്ഷദ്വീപ് തീരങ്ങളിലും ജാഗ്രത പാലിക്കണം എന്നുള്ള പ്രത്യേക നിർദ്ദേശം നിലവിൽ നൽകിയിട്ടുണ്ട്. ആര്യ, യെസ്, അജയ് സുധാബിജുവാണ് വിവരങ്ങൾ നൽകിയത്.